ഹായ് മക്കളെ, എല്ലാവർക്കും ഫിറ്റ്നസ് ബോക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 5ാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ 5ാമത്തെ യൂണിറ്റാണ്. യൂണിറ്റിന്റെ പേര് കടലോളം സ്നേഹം. ഇതിൽ തന്നെ ചെറിയൊരു പാഠഭാഗമാണ് കേട്ടോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, നോട്ടിഫിക്കേഷൻ ബട്ടൺ ഒന്ന് ഓൺ ആക്കിയിടാനും മറക്കണ്ട കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. കടലോളം സ്നേഹം, അതിലെ തുടർക്കഥ എന്നാണ് ഈ ഒരു പാഠഭാഗത്തിന്റെ പേര്. പൂവ് ആദ്യമായി കൺ തുറന്നു. അമ്മച്ചെടിയെ നോക്കി ചിരിച്ചു. വൈകാതെ അവൾക്കൊരു കൂട്ടുകാരിയെ കിട്ടി, ഒരു കൊച്ചുകുട്ടി. കുട്ടി ചോദിച്ചു, പൂവിന് ചിരിക്കാൻ അറിയാമോ? ഞങ്ങൾ എപ്പോഴും ചിരിക്കുകയാണല്ലോ. പൂവ് കുട്ടിയോട് ഒരുപാട് കഥകൾ പറഞ്ഞു. പൊട്ടായിരുന്നപ്പോൾ തോന്നിയ വിടരാനുള്ള മോഹത്തെക്കുറിച്ച്, ആരും കേൾക്കാതെ അമ്മ പാടുന്ന താരാട്ടിനെ കുറിച്ച്, ഒരുപാട് കാര്യങ്ങൾ പറയുന്ന കാറ്റിനെ കുറിച്ച്. സന്ധ്യയായി. പൂവ് ധാരാളം കഥകൾ പറഞ്ഞിരുന്നെങ്കിലും പറയാത്തവ പറഞ്ഞതിലും ഏറെയായിരുന്നു. കുട്ടി വീട്ടിലേക്ക് തിരിച്ചുപോയി ഉറങ്ങി. രാവിലെ പൂവിനെ തിരഞ്ഞെത്തിയ കുട്ടി നിലത്തൊരു പൂവ് കൊഴിഞ്ഞു കിടക്കുന്നത് കണ്ടു. അതവളുടെ കൂട്ടുകാരി പൂവായിരുന്നു. കുട്ടിക്ക് കരച്ചിൽ വന്നു. ഇനിയും കഥകൾ ബാക്കിയുണ്ടെന്ന് പറഞ്ഞിട്ട് അതിനു മുമ്പേ കൊഴിഞ്ഞതെന്തേ? അമ്മച്ചെടി സമാധാനിപ്പിച്ചു. കരയല്ലേ, കഥകൾ പറഞ്ഞു തരാൻ അവൾ ചിലരെയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇളങ്കാറ്റിൽ മുട്ടുകൾ തലയാട്ടി സമ്മതിച്ചു. അതെ, ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. കഥ ഇഷ്ടായോ മക്കളെ? നല്ല രസമുള്ള കഥയാണല്ലേ. ഈ കഥയിൽ ആരൊക്കെയാണുള്ളത്? ഒരു കൊച്ചു കുട്ടിയും പിന്നെ ഒരു പൂവും. അവരാരായിരുന്നു? അവര് കൂട്ടുകാരായിരുന്നു അല്ലേ. അപ്പൊ അവരെന്തൊക്കെയായിരുന്നു? കുട്ടിയോട് ആ പൂവ് ഒരുപാട് കഥകൾ പറഞ്ഞു കൊടുത്തല്ലേ. എന്നിട്ടോ സന്ധ്യയായ സമയത്ത് ആ കുട്ടി കിടന്നുറങ്ങാൻ പോവാണ്. ബാക്കി കഥകളൊക്കെ രാവിലെ കേൾക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് കിടന്നുറങ്ങാൻ പോകുന്നത്. പക്ഷെ എന്താണ്, രാവിലെ വന്ന് നോക്കുമ്പോൾ ആ ഒരു പൂവ് കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അല്ലേ. ഈ ഒരു പൂവ് കൊഴിഞ്ഞു പോയത് കണ്ടിട്ട് കുട്ടിക്ക് ഒരുപാട് സങ്കടം വരികയാണ്. ഇനിയും കഥകളൊക്കെ ബാക്കി പറയാനുണ്ടായിരുന്നല്ലോ, എന്നിട്ട് എന്തേ പോയി എന്നാണ് ആ കുട്ടി ചോദിക്കുന്നത്. അപ്പൊ എന്താണ് ആ കുട്ടിയുടെ ആ പൂവിന്റെ അമ്മ എന്താ പറയുന്നത്, അമ്മച്ചെടി എന്താ പറയുന്നത്? കരയാതിരിക്ക്, കഥകൾ പറയാന് ആ പൂവ് ചിലരൊക്കെ ഏൽപ്പിച്ചിട്ടാണ് പോയിട്ടുള്ളതെന്ന് പറയുകയാണ്. അപ്പൊ നമുക്കിനി പഠന പ്രവർത്തനങ്ങൾ നോക്കിയാലോ. കുട്ടിയുടെ സങ്കടം തീർക്കാൻ അമ്മച്ചെടി പറഞ്ഞത് എന്താണ് പറഞ്ഞത്? കഥകൾ പറഞ്ഞു തരാൻ പൂവ് ചിലരെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് അമ്മച്ചെടി പറഞ്ഞത്. അടുത്ത പ്രവർത്തനം എന്താണ്? മുട്ടുകൾ കുട്ടിയോട് പിന്നീട് പറഞ്ഞ കഥകൾ എന്തൊക്കെയായിരിക്കും? വെയിൽ തരുന്ന സൂര്യനെ കുറിച്ച്, മഴ പെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷത്തെക്കുറിച്ച്, പൂ പറിക്കാൻ വരുന്ന കുട്ടികളെ കുറിച്ച്, തേൻ കുടിക്കാൻ വരുന്ന വണ്ടുകളെയും പൂമ്പാറ്റകളെയും കുറിച്ച്, അവസാനം വാടിക്കൊഴിഞ്ഞു വീഴുമ്പോഴുള്ള സങ്കടത്തെക്കുറിച്ച്. അങ്ങനെ ഒരുപാട് കഥകൾ പറഞ്ഞിട്ടുണ്ടാകും. അപ്പൊ മക്കളെ, ഇത്രയാണ് ഒരു പാഠഭാഗവും അതിലെ പഠന പ്രവർത്തനങ്ങളും. അവർ കുഞ്ഞു കഥയാണല്ലേ. അപ്പൊ എല്ലാവരും നന്നായിട്ടൊന്ന് വായിച്ചു നോക്കട്ടോ, അതിലെ പഠന പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് നമ്മുടെ ചാനലിന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടെ കൂടെ തന്നെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ഒന്ന് ഓൺ ആക്കിയിടുക. എന്നാലാണ് നമ്മൾ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാ മക്കൾക്കും ഗുഡ് ബൈ.